പണ്ടെല്ലാങ്ങളും വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. കോട്ടയം കേരളം സംഭാവന ചെയ്ത ഏറ്റവും മികച്ച പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദയയും സഹാനുഭൂതിയും ഉൾക്കൊണ്ട നേതാവായിരുന്നു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. തന്റെ ജീവിതം മുഴുവനായി ജനങ്ങൾക്ക് അദ്ദേഹം ചെയ്ത ജനോപകാര പ്രവർത്തനങ്ങൾ ദൈവത്തിനുള്ള സേവനമെന്ന നിലയിലാണ് കാണേണ്ടതെന്ന് ഗവർണർ പറഞ്ഞു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ നിന്ന് ഊർജ്ജം സംഭരിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. പരാതിയും പരിഭവവുമായി ആർക്കും അദ്ദേഹത്തിന് മുമ്പിൽ ഏത് സമയത്തും എത്താൻ കഴിയുമായിരുന്നു. പൊതുപ്രവർത്തകർ അഭിമാനത്തോടെ പറയേണ്ട പേരാണ് ഉമ്മൻചാണ്ടി എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. കേരളം കണ്ട ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി എന്ന പുണ്യാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നുവെന്ന ആമുഖത്തോടെയാണ് ഗവർണർ മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ചത്. മുന്നിൽ എന്റെ സാദര പ്രണാമം. അദ്ദേഹത്തിന്റെ സ്വദേശവും നിയോജക മണ്ഡലവും ആയ പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ചാരിതാർത്ഥ്യം ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും ഗവർണർ മറന്നില്ല. സഹാനുഭൂതി എന്ന വാക്ക് അധികാരത്തിന്റെയും സദ്ഭരണത്തിന്റെയും ഭാഗമാക്കി മാറ്റിയ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കുരിശിന്റെ മാർഗത്തിലൂടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം നീങ്ങി. ആൾക്കൂട്ടത്തിൽ കണ്ണീരണിഞ്ഞു നിന്നവരെ അദ്ദേഹം മനസ്സിലാക്കി. ആ നീതിമാൻ കാണിച്ച വഴികൾ നമുക്ക് മുന്നിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിന്റെ ഘടകമാക്കി മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചു തന്ന ആ വഴികളിൽ പ്രകാശ ഗോപുരം പോലെ തെളിഞ്ഞ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള നമ്മുടെ ബോധ്യമായിരിക്കും നമ്മളെ നയിക്കുന്നത്. ഒരു ജനനേതാവ് എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ പറഞ്ഞു. എതിർത്തവരെ പോലും പുഞ്ചിരിയോടെ നേരിട്ട ആ വ്യക്തിത്വം സമൂഹത്തിന് മാതൃകയാണ്. പ്രതിസന്ധികളിൽ സമചിത്തതയോടെ പ്രവർത്തിച്ചു. പ്രശ്നമുള്ളപ്പോൾ പരിഹാരമായി ഉമ്മൻചാണ്ടി എത്തുമായിരുന്നുവെന്നും ബാബ പറഞ്ഞു. ജനങ്ങളുടെ കൈപിടിച്ച് പറഞ്ഞതെല്ലാം നിറവേറ്റിയ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു. നമ്മൾ പള്ളികളിലെ വിശുദ്ധ രൂപങ്ങളെ ദർശിക്കുമ്പോൾ മനുഷ്യരുടെ ദൈവത്തെ കണ്ട് അദ്ദേഹം പ്രവർത്തിച്ചുവെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കും ജനങ്ങൾക്കുമിടയിൽ മതിലുകളില്ലായിരുന്നുവെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരിച്ചു. ആത്മീയ കാഴ്ചപ്പാട് പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. പരാതിക്കാരന്റെ വികാരം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഫയൽ നോക്കിയിരുന്നത് എന്നും തങ്ങൾ പറഞ്ഞു. ജനസമ്പർക്ക പരിപാടിയാണ് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ വികസന നടപടിയെന്ന് ശശി തരൂർ MP അനുസ്മരണത്തിൽ ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം നടപടി സ്വീകരിച്ചത്. അതിനുദാഹരണമാണ് കാരുണ്യം പദ്ധതി. അദ്ദേഹത്തിനുള്ള സ്മാരകം ജനങ്ങൾ ഹൃദയങ്ങളിൽ കെട്ടിക്കഴിഞ്ഞുവെന്നും ശശി തരൂർ പറഞ്ഞു. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി സ്വാമി മോക്ഷ വ്രതാനന്ദ, ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായർ, SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഷി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ചാണ്ടിയുമ്മൻ MLA സ്വാഗതം പറഞ്ഞു. ഫൗണ്ടേഷന്റെ പേരിൽ കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകളുടെ വിതരണ ഉദ്ഘാടനവും OC സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. രാവിലെ പള്ളിയിലും കല്ലറയിലും നടന്ന പ്രാർത്ഥനകളിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. കല്ലറയിൽ പുഷ്പാർച്ചന നടത്താൻ നിരവധി ആളുകളാണ് എത്തിയത്. ഭാര്യ മറിയാമ്മ ഉമ്മനും മക്കളായ മറിയ ഉമ്മൻ, ചാണ്ടി ഉമ്മൻ MLAയും അച്ചു ഉമ്മനും കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.